ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് വിത്ത് മൈ സിസ്റ്റർ. എൻ്റെ അനിയത്തി വീട്ടിലുള്ള ഒരു ദിവസം ഞാൻ അവളുമായിട്ടാണ് ഓഫീസിൽ പോയത്. അപ്പോൾ ആ ദിവസം ജസ്റ്റ് ഞങ്ങളത് ഷൂട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ രാവിലെ അച്ഛൻ ഞങ്ങളെ ജംഗ്ഷനിൽ കൊണ്ടാക്കി. അവിടുന്ന് ഞങ്ങൾ ബസ്സിൽ കയറി ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ അവളെ ഒന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൊണ്ടുപോയതാണ്. എന്തായാലും അവൾ വീട്ടിൽ ഇരിക്കല്ലേ, പിന്നെ രാവിലെ ഉറക്കത്തിൽ എണീപ്പിച്ച് വന്നതുകൊണ്ട് അവളുടെ ഒരുക്കമൊക്കെ ബസ്സിനകത്തായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒന്ന് രണ്ടൊക്കെ പറഞ്ഞിങ്ങനെ ബസ്സിലിരുന്നു. രാവിലെ ആയതുകൊണ്ട് ആ ഉറക്കക്ഷീണത്തിൻ്റെ ഒരിത് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഈ ബസ്സിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ട്വിങ്കിൾ, അത് ആ ബസ്സിൻ്റെ ഛായാചിത്രം ആരോ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ്, നല്ലൊരു അടിപൊളി പടമാണ് അവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി സ്റ്റാൻഡിലേക്ക് എത്തി. നമുക്ക് പോകേണ്ടത് വെളിയനാടാണ്. അപ്പോൾ വടക്കൻ വെളിയനാട് ബസ്സിലാണ് പോകുന്നത്. നമ്മുടെ ബസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്റ്റാൻഡിൽ ബസ് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഓർത്തു ഞങ്ങൾ ഇങ്ങനെ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ. അപ്പോൾ അതിന് ഞങ്ങൾ പോയിട്ട് ഒരു വേഫർ റോൾസ് വാങ്ങിക്കാമെന്ന് വെച്ച് വേഫർ റോൾസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരു ബസ്സിലെ തിരക്കാണത്. അങ്ങനെ ഞങ്ങൾ ബസ് നോക്കി നിന്നു. ഞങ്ങളുടെ ബസ് വന്നിട്ടുണ്ട്, വടക്കൻ വെളിയനാട് ബസ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഓഫീസിലോട്ട് പോവാണ്. ആ കാണുന്നതാണ് ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ്. അങ്ങനെ അവൾക്കതൊക്കെ അറിയാം. അവളെ അതൊക്കെ ഇങ്ങനെ കാണിച്ച് അതൊക്കെ ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞ് അവളാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്രയായി. പിന്നെ AC റോഡ് കയറി ഇങ്ങനെ പോവാണ്. അവിടെ എപ്പോഴും ഞാൻ പോകുമ്പോൾ ഒരു വീട് എന്നും ഞാൻ നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ്. അത് ആ വെള്ളത്തിൻ്റെ അങ്ങേ കരയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. അങ്ങനെ അതൊക്കെ ഞാൻ അവളെ കാണിച്ചു. ഞങ്ങളിങ്ങനെ പോവാണ്. പിന്നെ കിടങ്ങര എത്തി. ഇത് അവിടെയുള്ള ഒരു ആറാണ്. ഈ ആറിൻ്റെ ഓപ്പോസിറ്റ് റോഡിൻ്റെ ഇപ്പറേ സൈഡിൽ ഒരു നല്ല പള്ളിയൊക്കെ ഉണ്ട്, ആറിൻ്റെ നടുക്ക് നിൽക്കുന്ന പോലെ. ഞങ്ങൾ ഈ സൈഡിലിരുന്നു, ഇടത്തെ സൈഡിലിരുന്നുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇവിടെയാണ് കുരിശുമൂട് ഹോസ്പിറ്റൽ ഉള്ളത്, വെളിയനാട് കുരിശുമൂട് ഹോസ്പിറ്റൽ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പള്ളിയാണ്. 3-4 പള്ളികൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടുത്തെ സ്ഥലങ്ങളുടെ കാര്യം പ്രത്യേകം പറയണ്ട, അതുപോലെ ഭംഗിയാണ്. വെള്ളവും തെങ്ങും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാർന്ന സ്ഥലമാണ് വെളിയനാടെന്ന് പറയുന്നത്. പിന്നെ കാണാൻ പറ്റുന്നത് അവിടെ പഴക്കം ചെന്നൊരു വീടുണ്ട്. വീടാണെന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും അതിലേ പോകുമ്പോൾ അതിലേക്ക് നോക്കും. എനിക്കിഷ്ടമാണ് അത് കാണാൻ. ഒരു പഴമ, ഒരു പ്രേതാലയം പോലെയൊക്കെ, അങ്ങനൊരു ഫീലാണ്. അങ്ങനെ നമ്മുടെ ഓഫീസിൻ്റെ പടി വന്ന് ഇറങ്ങി കുറച്ച് നടക്കണം. അപ്പോൾ ഞാൻ അവിടുത്തെ ഓരോ വീടും പരിചയക്കാരെയൊക്കെ ഇവളിങ്ങനെ കാണിക്കുകയോ പരിചയപ്പെടുത്തുകയൊക്കെയാണ്. അനിയത്തിയെ പരിചയപ്പെടുത്തുവാണ്. പിന്നീട് ഓഫീസിലെ രാവിലത്തെ പരിപാടികൾ ഓരോന്നും ചെയ്തു വെച്ചു. ഇതൊക്കെ ഇവൾ ഷൂട്ട് ചെയ്ത് ഞാൻ കണ്ടില്ല. അറിയുമായിരുന്ന കുറച്ചുകൂടെ വൃത്തിക്കൊക്കെ ഇരുന്നേനെ. പിന്നെ ബ്രേക്ക് ടൈമിൽ അവിടെ അടുത്തുള്ള ഒരു ആറ്ററമ്പിൽ പോയി അവളെ അങ്ങോട്ട് കൊണ്ടുപോയാണ്. നമുക്ക് എന്ത് ഭംഗിയാന്ന് നോക്ക്. ഇതിൽ ബോട്ട് സർവീസൊക്കെ ഉള്ളതാണ്. മഴയൊക്കെ ആയിരുന്നുകൊണ്ട് നല്ല വെള്ളമുണ്ട്. ഞങ്ങളിങ്ങനെ പടിയിൽ നിന്ന് കാലൊക്കെ ജസ്റ്റ് നനച്ച് നിന്നു. ആറിൻ്റെ അവിടെ ഇങ്ങനെ ആർച്ചിൽ ആറാട്ടുകടവ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഏതോ ഒരച്ഛൻ വെള്ളമൊക്കെ തുഴഞ്ഞു പോകുന്നു. അവിടുത്തെ മനോഹാരിതയൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ റീൽസൊക്കെ എടുത്താലോ എന്ന് ആലോചിച്ചു. അവൾ എനിക്ക് റീൽസൊക്കെ എടുത്തു തന്നു. പിന്നെ ഇവിടുത്തെ ഒരു മരമാണിത്, വളരെ ഭംഗി. അവൾ കുറേ ഷോട്ട്സൊക്കെ എടുത്തു. ഒരു അച്ഛനതിൽ വെള്ളം തുഴഞ്ഞു വരുന്നത്, 2 അച്ഛന്മാർ. അതിൽ അപ്പച്ചന്മാർ അടുത്ത് വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു, മക്കളെ ഞങ്ങളുടെ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളുടെ പല്ലൊന്നും കാണുന്നത്, ഞങ്ങൾക്ക് പല്ലില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ജസ്റ്റ് എല്ലാം ഇങ്ങനെ കാണുന്ന എല്ലാം ഷൂട്ട് ചെയ്ത് വെക്കുവാണ്. പിന്നെ കുറച്ച് ആൻറ്റിമാർ വള്ളത്തിൽ വന്ന് ഇറങ്ങുന്നതാണ് കാണുന്നത്. പിന്നെ ആ പച്ചക്കളർ കാണുന്നത്, ആ വീട് പോലെ കൂടാരം പോലെ കാണുന്നതൊക്കെ ഇവിടുത്തെ കള്ള് ഷാപ്പാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് ഓർത്തു. നല്ല നട്ട വെയിലുണ്ടായിരുന്നു. നല്ല വെയിലെന്ന് വെച്ചാൽ ആ ആറ്റിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ മരമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അവളോട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ പട്ടിഷോ ഇട്ട് നടക്കുന്നതാണത്. അതെല്ലാം വീഡിയോ എടുക്കാൻ അവളും. ഞാൻ എന്ത് കോക്കാമ്പിച്ച് കാണിച്ചാലും സൂപ്പർ എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനത് കാണിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അവളുടെ ഒരു ക്യാരക്ടർ. പിന്നെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. അവൾ അങ്ങനെ വീഡിയോ വരാൻ എന്തോ ഷൈ ആണെന്ന് തോന്നുന്നു. അവളങ്ങനെ അധികവും വരത്തില്ല. പിന്നെ കണ്ട കാടും മേടും ഒക്കെ പറിച്ച് ഇങ്ങനെ നടന്നു. നോക്കിയപ്പോൾ ആ പൂവിൽ എന്തോ ഡോട്ടഡായിട്ട് എന്തൊക്കെയോ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പഴയ പോലെ ഇലയും പൂവും ഒന്നും എടുത്ത് വായി വെക്കാനൊന്നും പറ്റത്തില്ല. എന്താ എപ്പോഴാണ് സംഭവിക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ ആ പൂ യോഗ്യതയായവർക്ക് നേരെ ഞാൻ വെച്ച് നീട്ടി. അങ്ങനെ അവിടുത്തെ സ്വതന്ത്രമുക്കെന്ന് പറയുന്ന ജംഗ്ഷനിലെത്തി.
2 നാരങ്ങാവെള്ളമൊക്കെ കുടിക്കാൻ ഓർത്തു. നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നാരങ്ങാവെള്ളം കിട്ടി. അടിപൊളി നാരങ്ങാവെള്ളമൊക്കെ ആയിരുന്നു. ഞങ്ങളത് കുടിച്ച് ഞാൻ പുറത്ത് ഇവളുടെ അടുത്തോട്ട് ക്യാമറ ഒന്ന് ചരിച്ചേക്കാമെന്ന് ഓർത്ത് അങ്ങനെ അവളെയും കാണിച്ചു. ആ ഷൈയാണ് അവളുടെ മുഖത്ത് പെട്ടെന്ന് വന്നത്. പിന്നെ ഇതാ 2 ഇണക്കുരുവികൾ, ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പൈസയൊക്കെ കൊടുത്ത് ബാക്കിക്ക് 2 മഞ്ചൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ വന്ന് അവിടുത്തെ ഒരു വെയിറ്റ് ഷെഡിൽ ഇരുന്നു. പിന്നെ KSRTC ആണ് അതിലെപ്പോഴും ഓടുന്നത്. പ്രൈവറ്റ് ബസ്സൊന്നുമില്ല. ഞങ്ങളിവിടെ പ്രൈവറ്റ് ബസ്സാണ് ഓടുന്നത്. പിന്നെ തിരിച്ച് ഓഫീസിൽ വന്നു. ഉച്ച കഴിഞ്ഞിട്ടുള്ള ഡ്യൂട്ടിയൊക്കെ ചെയ്തു. അതിനു മുമ്പ് ഉച്ചഭക്ഷണം കഴിച്ചു. ഇടയ്ക്ക് വാങ്ങിച്ച് വേഫർ റോൾസും അങ്ങനത്തെ അല്ലറ ചില്ലറ കാര്യങ്ങൾ ഒരുപാടൊക്കെ കഴിച്ച് അങ്ങനെ ഉച്ച കഴിഞ്ഞത്തെ പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ മെയിലൊക്കെ വന്ന് പോയി. തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങുകയാണ്. ഇവളെ ഇവിടുത്തെ സ്നേഹദീപം എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ കൊണ്ട് കാണിക്കാൻ ഓർത്താണ് ഞാൻ വന്നത്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് ഇന്ന് പോകാൻ പറ്റിയില്ല. വേറൊരു ദിവസം കൊണ്ടുവരാം എന്നുള്ള ഇതിലിരിക്കുവാണ്. അങ്ങനെ മംഗളനഗർ വെളിയനാട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു. അങ്ങനെ തിരിച്ച് ചങ്ങനാശ്ശേരിക്കുള്ള ബസ് കിട്ടി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നല്ല വെയിലാണ് കൊണ്ടത്. പിന്നെ അവളുടെ മുഖത്ത് കാണുന്ന ആ ഒരു നാണമൊക്കെ നോക്കൂ ഗൈസ്, ഭയങ്കര ചിരിയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ ഇരുന്നു. പിന്നെ ഫോൺ ഓഫാക്കി വെച്ച് കുറച്ച് നേരം ഉറങ്ങി. ബസ്സിലിരുന്ന് ഉറങ്ങാൻ നല്ല സുഖമല്ലേ. എൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്താൽ അപ്പോൾ ഉറക്കം വരും. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി ചെന്നിറങ്ങി. അപ്പോൾ ഓർത്ത് ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചേക്കാമെന്ന് ഓർത്ത് ഞങ്ങളപ്പോൾ ബിരിയാണി കടയിലോട്ട് കിടക്കുക. 80 രൂപയുടെ ബിരിയാണിയാണ്. അതാകുമ്പോൾ നമുക്ക് ഭയങ്കര ലാഭമല്ലേ. അങ്ങനെ ഞങ്ങൾ 2 ബിരിയാണിയൊക്കെ വാങ്ങിച്ചു. ആ സന്തോഷമാണ് എൻ്റെ മുഖത്തിപ്പോൾ തെളിഞ്ഞു വന്നത്. പിന്നെ കിടക്കുന്ന ബസ്സിലാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നത്, ചാത്തനാട്ട്. ബസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വൈബ് ബസ്സാണ്. കയറിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്രൈവറിൻ്റെ സോങ് സെലക്ഷൻ വളരെ അടിപൊളിയാണ്. നല്ല സുഖമാണ് ഇരുന്ന് ഉറങ്ങാൻ. ബസ് 4:20 അപ്പോൾ അതുവരെ ഞങ്ങൾ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തു. നോക്കിയപ്പോൾ ഒരു ചെക്കൻ വന്ന് ഭയങ്കര ഗെങ്കളിയാണ്. ഭയങ്കര തീഷ്ണതയോടിരുന്ന് കാണുകയാണ്. ഇതൊക്കെ ഷൂട്ട് ചെയ്തവളാ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു. ഞങ്ങളതിൽ കയറി. ഞാൻ പറഞ്ഞില്ലേ ഗൈസ് സോങ് സെലക്ഷനെ പറ്റി. ഞങ്ങളങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെയാണ് പോകുന്നത്. ഞാൻ ആ പാട്ടിങ്ങനെ ആസ്വദിച്ച് മുഴുകി ഉറക്കത്തിൻ്റെ പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ഞങ്ങൾ ഉറങ്ങി. പിന്നെ വീടിൻ്റെ സ്റ്റോപ്പെത്തി. ഇറങ്ങി കുറേ നടക്കണം. കുറേ വെച്ചാൽ 10 മിനിറ്റ്. പിന്നെ വീടിനടുത്തുള്ള നഴ്സറിയും അവിടെയുള്ള അടുത്തുള്ള ഒരു LP സ്കൂളും ഒക്കെ ഞാൻ അവളെ പരിചയപ്പെടുത്തി. ഞാൻ എന്തൊക്കെയോ അവളോട് കഥയൊക്കെ പറയുകയാണ്. ഭയങ്കര ഏതാണ്ട് കോമഡിയാണ് തോന്നിയിരുന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നടന്ന് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു തടാകമാണ്. റോഡാണ് ഗൈസ് ഇത്. കുറച്ചുകൂടെ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ 2 കാടും നടുക്ക് ഈ വെള്ളം മാത്രമേ കാണത്തുള്ളൂ. പേടിച്ച് അതിലെ കൂടെ നടന്നു പോകുന്നത്. അപ്പോൾ ഇപ്പം മഴ കുറച്ച് കുറഞ്ഞുകൊണ്ട് വെള്ളം കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിലെ കൂടെ ഇപ്പം ചള്ളയായതുകൊണ്ട് ചെരുപ്പിട്ട് നടക്കുമ്പോഴത്തേനും അങ്ങ് താഴ്ന്നു പോവും. അങ്ങനെ വീടെത്താറായി. അപ്പോൾ ഇതാ നോക്കൂ, അമ്മ വെളിയിലുണ്ടായിരുന്നു. എന്തൊക്കെയോ പണികളിലായിരുന്നു തോന്നുന്നു. ഇവളുമാരെന്തായി കാണിക്കുന്നതെന്നുള്ള നോട്ടമാണ് നിൽക്കുന്നത്. പിന്നെ 10 രൂപയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞാൽ 10,000 രൂപയ്ക്ക് അഭിനയിക്കാൻ അപ്പോൾ ശ്രമിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുമായിരുന്നു അമ്മയോട് പറഞ്ഞു. പിന്നെ വീട്ടിലോട്ട് കയറി. ഇതാ ഈ കാണുന്നതാണ് എൻ്റെ സൈറക്കുട്ടൻ്റെ തുടൽ. അവൻ അഴിഞ്ഞു പോയി. എനിക്ക് തോന്നുന്നു അവൻ്റെ കലണ്ടർ തെറ്റാണെന്ന്. അവൻ കന്നിമാസം ആയതോർത്താണ് പോയിരിക്കുന്നത്. കുഴപ്പമില്ല, വൈകിട്ട് ഒക്കെ ആകുമ്പോഴത്തേന് തിരിച്ചെത്തിക്കോളും. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുളിക്കണം, കാപ്പി കുടിക്കണം, ബിരിയാണി കഴിക്കണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി ഓരോ റീലൊക്കെ കണ്ടും സംസാരിച്ചും അങ്ങനെ ഒരു 12 ആയെന്ന് തോന്നുന്നു കിടന്നപ്പോൾ. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നല്ല ലാഗുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. കാരണം നമ്മുടെ കൂട്ടുകാർ മാത്രം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.